ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത് നമ്മൾ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന ആ ഒരു തിരിച്ചറിവാണ്, യാഥാർത്ഥ്യമാണ്. 1 കൊരിന്ത്യർ 15:10 വചനത്തിൽ നമ്മൾ കാണുന്നു, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, ദൈവത്തിൻ്റെ കൃപയാലാണ്. അപ്പം നമ്മുടെ ഈ ഒരു എക്സിസ്റ്റൻസ്, നമ്മൾക്ക് ഈ ഭൂമിയിൽ ഇന്നത്തെ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ ഉള്ള ആ ഒരു കാഴ്ചശക്തിയും കേൾവിശക്തിയും ഇന്ന് നമുക്ക് സംസാരിക്കുവാനും നമുക്കിങ്ങനെയാണ് ഇങ്ങനൊരു ടൈമിൽ നമുക്ക് ഓൺലൈനിലൂടെ ദൈവവചനം കേൾക്കാനൊക്കെ എത്രമാത്രം ബ്ലസ്ഡാണ് ദൈവത്താൽ നമ്മളിന്ന് മനസ്സിലാക്കണം. പലപ്പോഴും നമുക്കില്ലാത്തതിനെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും പരിഭവം പറയുന്നത്, അല്ലേ? ഉള്ളതിനായിട്ട് നമുക്ക് നന്ദി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉള്ളതെന്ന് പറയുമ്പോൾ പണ്ട് ഈശോയുടെ അരികിലേക്ക് ശിഷ്യന്മാർ എന്ന് പറഞ്ഞ് കർത്താവ് വലിയ ഒത്തിരി സമൂഹം ഇവിടെ വന്നിരിക്കുന്നു, അവർ വൈകുന്നേരമായിട്ട് പോകുന്നില്ല, അതിൻ്റെ പ്രഭാഷണം കേട്ടോണ്ടിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണ്ടേ? ഇവിടെ ആകെപ്പാടെ ഉള്ളത് 5 അപ്പവും 2 മീനും ഒരു പയ്യൻ്റെ ഇരിപ്പുണ്ട്, ഇതേ ഉള്ളൂ. അപ്പം നമ്മൾ പലപ്പോഴും ഫാക്റ്റുകൾ പറയും, ഇതേ എൻ്റെ കയ്യിലുള്ളൂ, ഇല്ല, എനിക്കതില്ല, എനിക്കിതില്ല. ഈ ഒരു വിഷയത്തിൽ ദൈവം ഇടപെടണം. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്കെപ്പോഴും നമുക്ക് ഉള്ളതിനായിട്ട് നമ്മൾ നന്ദി പറയുന്നതിന് പകരം ഇല്ലാത്തതിനെക്കുറിച്ചുള്ള ആ ഒരു പരിതാപം, എന്താ പറയുന്നത്, എനിക്ക് അത് ഭയങ്കരമായിട്ട് മനുഷ്യനെ വേട്ടയാടുമ്പോൾ ഇന്ന് ഈ വചനത്തിൻ്റെ ബേസിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. എനിക്കിപ്പം തന്ന ഈ ഒരു ഫേവറിനായിട്ട് നന്ദി. അന്ന് 5 അപ്പവും 2 മീനും യേശു എടുത്തിട്ട് യേശു കർത്താവ് എന്താ ചെയ്യുന്നത്? കൃതജ്ഞതാ സ്തോത്രം, അതായത് ദൈവമേ നന്ദി കർത്താവേ, നന്ദി പിതാവ്. നമുക്ക് മാതൃക കാണിച്ചു തരിക എങ്ങനെയാണ് ദൈവശക്തി ഈ കൃപയുടെ ഫൗണ്ടേഷനിൽ നിന്ന് ഒഴുകുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കും തന്നെ ദൈവത്തിന്റെ കൃപയാൽ. ഇന്നത്തെ ദിവസം നമ്മൾ നേരെ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. ദൈവകൃപയാലാണ് ഇതാണ് ഫൗണ്ടേഷൻ. നമ്മുടെ മിടുക്കിലോ കഴിവിലോ ഒന്നും അല്ലെന്ന്. ഇത് ദൈവകൃപയാൽ നമ്മൾ നിലനിൽക്കുമ്പോൾ, കൃപയെന്ന് പറഞ്ഞാൽ എന്താ? അർഹതയില്ലാത്ത ദാനമാണ്. അപ്പൊ ആ ദാനത്തിൽ നമ്മളായിരിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പാണ്, അടുത്ത മൊമെന്റ് അറിയുന്ന ദൈവത്തോട് നമ്മൾ നന്ദി പറയുകയാണ്. നന്ദി ദൈവമേ. ആ സമയത്ത് ദൈവത്തിന്റെ ശക്തി നമ്മുടെ നടുവിലൂടെ വ്യാപരിക്കും. ദൈവശക്തി വ്യാപരിക്കാം. ചിലപ്പം ചില അത്ഭുതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും രോഗശാന്തി, നിപ്പിന് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു, അതൊക്കെയാണ് യഥാർത്ഥത്തിൽ മിറക്കിളുകൾ, അത്ഭുതങ്ങൾ. വാസ്തവത്തിൽ ചില സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കാതിരിക്കുമ്പോൾ അതിനകത്തും അത്ഭുതമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കാതിരിക്കുമ്പോഴും അതിനകത്ത് അത്ഭുതങ്ങളുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഞങ്ങൾ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വീട് മേടിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ഒരു സമയത്ത്. അപ്പം അന്ന് നമുക്കൊരു സ്ഥലം കണ്ടു, എല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം അത് ഓക്കെ ആയിട്ട് വരുവാണേ. തുടക്കത്തിലെല്ലാം ഓക്കെ ആയിട്ട് വരുന്നു. നല്ല പ്രാർത്ഥിക്കുമ്പോഴാണേലും എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് അതിൻ്റെ മോർഗേജും എല്ലാ കാര്യങ്ങളും റെഡിയായി. നമ്മൾ അഡ്വാൻസ് കൊടുത്തു, നമ്മൾ അതിന് വേണ്ട പേപ്പർ വർക്കുകളെല്ലാം ചെയ്ത് തീർന്നു. എന്നിട്ട് നമ്മളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ വന്നങ്ങ് മുമ്പോട്ട് പോകുമ്പോൾ ഒരു തടസ്സം വന്നു. അതിൻ്റെ ലാൻഡിൻ്റെ ഒരു മാപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ ഡിലേ വന്നു. അപ്പം നമ്മൾ ഓർത്ത് അത് ക്ലിയർ ആകുമെന്ന് ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ അത് അടുത്ത കുരുക്കിലേക്ക് വന്നു. അടുത്ത കുരുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യാൻ താമസം വരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത വേറൊരു ഗവൺമെന്റിന്റെ ഒരു സ്കീമുണ്ട്, ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് സഹായം കിട്ടുന്ന ഒരു ടാക്സ് പേ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു പോളിസിയാണ്. അപ്പം അതിനകത്തൊക്കെ കുറേ ഇഷ്യൂസ് കയറി വരാൻ വേണ്ടി തുടങ്ങി. അപ്പം ഞാൻ ദൈവം ഇതന്നെ തുടക്കത്തിലെല്ലാം സ്മൂത്തായിട്ട് പോയിട്ട് പിന്നെ വൺ ആഫ്റ്റർ അനദർ പ്രശ്നങ്ങൾ വരിക. അപ്പം നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് നമ്മുടേതായ പ്രാർത്ഥനകൾ നടത്തുന്നു, ഉപവസിക്കുന്നു, മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നു. പക്ഷെ സംഭവം വീണ്ടും കുരുങ്ങുക. അടുത്ത ഇതിലോട്ട് വന്ന സമയത്ത് നമ്മുടെ ജോലി സ്ഥലത്ത് വലിയ ഇഷ്യൂസ് വരുന്നു. പിന്നെ എന്നാ പറയുന്നത്, മിനിസ്ട്രിയിൽ ഓരോ ഇഷ്യൂസ് വരുന്നു. ഓരോ ഇഷ്യൂസ് ഇങ്ങനെ പൊന്തി വന്നിട്ട് സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും
പ്രശ്നങ്ങൾ വരുന്നു, ജോലി സ്ഥലത്തും പല സ്ഥലത്തൊക്കെ. അപ്പം എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുവാണേ. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം ഇതെന്താ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്? അപ്പം അങ്ങനെ വന്ന സമയത്ത് പെട്ടെന്ന് പ്രാർത്ഥനയ്ക്കിടയിൽ കൂടുതലൊന്നും എനിക്കൊരു ലീഡിങ് കിട്ടിയില്ല. നമുക്ക് കുറച്ച് സാമ്പത്തിക നഷ്ടം വന്നെങ്കിലും അത് ഡ്രോപ്പ് ചെയ്യുക, ഈ വീടിൻ്റെ ഈ ഒരു കാര്യം അത് ഡ്രോപ്പ് ചെയ്യാൻ ഉള്ളിലൊരു പ്രേരണ കിട്ടുക. അപ്പം ഞാനത് ഡ്രോപ്പ് ചെയ്തു. പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറഞ്ഞു. സാധാരണ നമ്മൾ മുമ്പോട്ട് പോകണം എന്നുള്ള ഗൈഡൻസ് അല്ല, ഡ്രോപ്പ് ചെയ്യാന്ന് ഒരൊറ്റ വാക്ക്. ഡ്രോപ്പ് ചെയ്തു, നിപ്പിന് പ്രശ്നങ്ങളെല്ലാം ശാന്തമാകും. അപ്പം അത് വിശ്വാസത്തിന്റെ കുറവല്ല, ദൈവഹിതത്തിന് വിധേയപ്പെട്ടതാണ്. നമ്മൾ വിശ്വസിച്ച് ചില കാര്യങ്ങൾ പൊസസ് ചെയ്യാൻ പറയും, ചില സമയത്ത് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ പറയും. അതെന്തുകൊണ്ടാണെന്നുള്ളത് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ്, കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. കാരണം നമ്മളത് മേടിച്ചിരുന്നെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റി, നമ്മുടെ ചുറ്റുമുള്ള ചില വ്യക്തികൾ, ആ വ്യക്തികൾ അവിടെ ഉള്ളപ്പോൾ ചിലപ്പം നമ്മുടെ മിനിസ്ട്രി പോലും, ശുശ്രൂഷ പോലും പിന്നെ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിലുള്ള നെയ്ബേഴ്സാണ് നമുക്ക് കിട്ടാൻ അവിടെ വന്നിരുന്നത്. അപ്പം കുറേ പ്രശ്നങ്ങൾ അതിന് പിന്നിൽ വന്നേനെ. പിന്നീട് നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസും ഇഷ്യൂസും. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ പിശാച് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദൈവം അത് കാണുന്നുണ്ട്. അപ്പം എപ്പോഴും ഓർത്തോളുക, എവിടെയെങ്കിലും ദൈവം ഒരു കാര്യം ഡിലേ ചെയ്യിപ്പിക്കുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡാണ്, നിങ്ങളുടെ പ്രൊട്ടക്ഷനാണ്, നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകുക എന്നുള്ളതാണ്. വേണമെന്ന് വെച്ചാൽ ദൈവത്തിന് അത് നൽകാം. പക്ഷേ ഹാഗാറിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുന്ന ഇശ്മായേലാണ്. വാഗ്ദത്ത സന്തതി ദൈവത്തിന്റെ പ്രൊവിഷനിൽ നിന്നുണ്ടാകുന്നത് സമയമെടുത്താണെങ്കിലും താമസം വന്നാലും അതിനകത്ത് ദൈവത്തിന്റെ ഒരു 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 ഫേവറും ബ്ലെസ്സിങ്ങും പീസ് ഓഫ് മൈൻഡും ഉണ്ടാവും. പീസ് ഓഫ് മൈൻഡാണ് ഫസ്റ്റ് സൈൻ. ചില ആൾക്കാർക്ക് ഇന്ന രാജ്യത്ത് പോകണം, എനിക്ക് അവിടെ തന്നെ വേണം, അത് ഇങ്ങനെ അങ്ങ് ബലം പിടിക്കുകയാണ്. അത് ബലം പിടിച്ച് കുരുക്കാവുന്ന കുരുക്കുകളിലൂടെ എല്ലാം കയറി ഇറങ്ങി തൊട്ടിച്ച് തകർത്ത് അവിടെ ചെന്നാലും വീണ്ടും ചില അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഓർത്തിരിക്കണം. ഞാൻ ഇഷ്മയേൽ എന്നുള്ള കാര്യത്തെയാളിലേക്കാണോ പോകുന്നത്, അത് വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിലേക്കാണ്. അക്കോർഡിംഗ് ടു ദ ബൈബിൾ ഇസഹാക്കാണ് അബ്രാഹത്തിൽ നിന്ന് സാറയിൽ ജനിച്ച വാഗ്ദത്ത സന്തതി, അല്ലെ? ഹാഗാറിൽ നിന്നാണ് ഇഷ്മായേൽ ജനിക്കുന്നത്. അപ്പം സെർവന്റിൽ നിന്ന്. അപ്പം അതും കുഞ്ഞാണ്. രണ്ടും കുഞ്ഞല്ലേ? അപ്പൊ ഏതാണ്? ദൈവത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. അപ്പം ഫെയ്ത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ കർത്താവെ, ഞാൻ നിന്റെ ഹിതത്തിന് എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്നാമതായിട്ട് കർത്താവ് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. അങ്ങ് എനിക്ക് തന്ന ഈ ഒരു ഭവനത്തിനായി നന്ദി, അങ്ങ് എനിക്ക് തന്ന ജീവിത പങ്കാളിക്കായി നന്ദി, അങ്ങ് എനിക്ക് തന്ന ജോലിക്കായി നന്ദി, അങ്ങ് എനിക്ക് തന്ന കുടുംബത്തിനായി നന്ദി. അപ്പം നമുക്കെല്ലാം ഒരു ഡീപ്ലി നമ്മൾക്ക് ഉള്ളിലൊരു പരിതാപമാണ്. എന്താ എനിക്ക് തന്ന ഈ ഒരു സംഭവം, ഇത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അതിനകത്തൊക്കെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, പണ്ട് ഇങ്ങനെ ആൾക്കാർ അമേരിക്കയിലുള്ളവരൊക്കെ എന്ത് ഗ്രേറ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്, ഓസ്ട്രേലിയയിലുള്ളവരൊക്കെ എന്ത് ഇതായിട്ടാണ് ജീവിക്കുന്നത്, എനിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാം ക്ലിയർ ആവും, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെല്ലാം ക്ലിയർ ആവും. പക്ഷേ ഇപ്പോൾ ആൾക്കാർ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ചെന്നിട്ട് അവിടെ സെറ്റിലായി കഴിഞ്ഞപ്പം എല്ലാം ആയി കഴിഞ്ഞിട്ട് ആൾക്കാർ പറയണം, അയ്യോ നാട്ടിലെ ജീവിതം എന്ത് സുന്ദരമായിരുന്നു, എന്ത് മനോഹരമായിരുന്നു, നാട്ടിലുള്ള എല്ലാം ഞങ്ങൾ മിസ് ചെയ്യുന്നു. അപ്പോൾ വാസ്തവത്തിൽ അൾട്ടിമേറ്റ്ലി കുറേയൊക്കെ നമ്മുടെ മൈൻഡിൻ്റെ ഒരു പ്രശ്നങ്ങളാണ്. അവിടെയാണ് ഈ ദൈവവചനത്തിൻ്റെ ശക്തിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഞാൻ പറയുന്നത്, കർത്താവ് അയച്ചു, ശിഷ്യന്മാരെ ലോകമെങ്ങും അയച്ചു, അതുപോലെ കർത്താവ് അയക്കും. കർത്താവ് അയക്കുന്ന സ്ഥലത്തോട്ട് പോവുക. ഹല്ലേലൂയ. കർത്താവ് അയക്കുന്ന സ്ഥലത്തോട്ട് പോവുക. കർത്താവ് അയക്കുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അയക്കപ്പെട്ടവരായിട്ട് നമ്മൾ പോവുക എന്നുള്ളത്. അവിടെ കർത്താവിൻ്റെ പ്രൊവിഷൻസ് നമുക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. അപ്പം എനിക്ക് പണ്ട് ഞാൻ ഇങ്ങനെ ബലം പിടിച്ചു പോയ രാജ്യമായിരുന്നു ഓസ്ട്രേലിയ. എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് ന്യൂസിലാൻഡ്, അതുപോലെ തന്നെ അമേരിക്ക, ഈ പറയുന്ന UK എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത രാജ്യമായിരുന്നു. ഞാൻ ഇപ്പം ജീവിക്കുന്ന, ഞാൻ ഇങ്ങോട്ട് വരാൻ ഒട്ടും താല്പര്യപ്പെട്ടിട്ടില്ല.
പക്ഷെ ഇങ്ങോട്ടാണ് ഞാൻ വന്നത്. അയർലൻഡിൽ ഞാൻ അങ്ങോട്ട് അയർലൻഡ് വരുമെന്നോ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കുണ്ടായിരുന്ന താല്പര്യങ്ങൾ ഉള്ള രാജ്യങ്ങളിൽ അവിടെ നമ്മൾ ജീവിച്ചപ്പോൾ അവിടെ നിന്നല്ല ദൈവം എന്നെ മാറ്റി പിന്നെ പല കാര്യത്തിനകത്തൂടെ കയറി ഇറക്കി ട്രെയിനിങ് തന്ന് ദെൻ ഈ സെൻസ് യു ടു എ പ്ലേസ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നും ഇതായിരിക്കും നല്ലത്, പക്ഷെ ദൈവത്തിനറിയാം ഏതായിരിക്കും നല്ലത്. ചിലപ്പോൾ നിങ്ങൾ അയർലൻഡിൽ ജീവിക്കാനല്ല ദൈവത്തിനെ കോൾ യു കെയിലാണെങ്കിൽ ദൈവം ഹി വിൽ സെൻഡ് യു ടു യു കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യമായിരിക്കും. ഞാൻ ഈ രാജ്യത്തിന്റെ ഇതൊരു ഒരു 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 എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാകട്ടെ. പക്ഷെ ഇതിനകത്തൊക്കെ നമ്മൾ കർത്താവിന്റെ ഹിതം എന്താണെന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി നൽകും. അത് ഹി വിൽ ഗിവ് യു സയൻസ് ആണ് ദൈവം നൽകുന്നത്. ഈ വഴിയെ കൂടെ നീ പോണം. ഹല്ലേലൂയ. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിലോട്ട് പോരുന്ന സമയത്ത് അവിടെയുള്ള ഒരാളും എന്നെ വിടത്തില്ലായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ വർക്ക് പ്ലേസിലുള്ളവരെല്ലാം പറഞ്ഞ് ഒരിക്കലും പോകരുത്, ഐ ഹാഡ് എവ്രിതിങ്. പക്ഷെ ഉള്ളിൽ ഈശോ തന്ന പ്രേരണയാണ്. അപ്പം എന്തിനാണെന്ന് ഈശോയ്ക്ക് അറിയത്തുള്ളായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, നമ്മൾ ഈശോ ചില കാര്യങ്ങൾ വേണ്ട എന്ന് പറയുകയും സ്റ്റോപ്പ് ചെയ്യുകയും. ഞാൻ വീടിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ആ സമയത്ത് ദൈവം ഡ്രോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു. ആ ഡ്രോപ്പ് ചെയ്ത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊരു ഡേഞ്ചർ സോണിലേക്ക് ഞാൻ പോകുമായിരുന്നു. പലപ്പോഴും നമ്മളത് കാണത്തില്ല, ഈശോ അത് കാണും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാം നടക്കണം എന്നുള്ള ഒരു ചിന്ത. ഞാൻ കുറച്ച് മുമ്പ് ഡൊമിനിക് വാളമനാലച്ചൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് അച്ഛൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അച്ഛൻ പറയുവാണ്, നമ്മൾ ചില സമയത്തൊക്കെ ഈ നടക്കാത്ത കാര്യങ്ങളാണ് അത്ഭുതമായിട്ട് കാണും. ഒരു കൊച്ചിന്റെ കല്യാണം തലേ ദിവസം മുടങ്ങിപ്പോവാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞത് ശാപമാണ്, പിശാച് ബ്ലോക്ക് ചെയ്തു, അതാണ് ഇതാണ്. പക്ഷെ അച്ഛൻ പറയാണ് അതൊരു അത്ഭുതമാണ്. ചിലപ്പോൾ അങ്ങനെ നടക്കുന്ന ചില സംഭവങ്ങളും ഒരു അത്ഭുതമായിട്ട് കാണാം. ആ ബന്ധം ചിലപ്പം ദൈവം ആഗ്രഹിക്കുന്നില്ല, അതൊരു അത്ഭുതമാണ്. ആ സമയത്ത് മാറി അങ്ങനെ വേണം നമ്മൾ കാണാൻ. ഇത് ദൈവകൃപ വ്യാപരിക്കുന്നതായിട്ട് കാണും, അതൊരു അത്ഭുതമായി തീരുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് വീട്ടിലുള്ളവര്, ബന്ധുക്കൾ, എല്ലാവരുടെ ഇടയിൽ നമ്മളൊരു കോമാളിയായിട്ട് മാറുക. കാരണം നീ എന്തിനാണ് അവിടുന്ന് ഇവിടെ വന്നേ? പള്ളി ചെല്ലുമ്പോഴാണ്, പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പം നാട്ടുകാരുടെ ചോദ്യങ്ങൾ കാരണം നമ്മൾ ഇറങ്ങി ഓടേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ന് ഒത്തിരി പിള്ളേരൊക്കെ പള്ളി പോലും പോകത്തില്ല, വീട്ടിൽ തന്നെ ഇരിക്കും. കാരണം ഈ ചോദ്യങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഇൻക്യൂസിറ്റീവായിട്ട് ഇങ്ങനെ, വേറൊന്നുമായിട്ടല്ല, അവർക്കൊരു ആനന്ദമാണ്. പക്ഷെ ചില സമയത്ത് ദൈവം അത് അനുവദിക്കുമ്പോൾ നമ്മൾ അതിലൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ അത് കർത്താവിന്റെ കുരിശുബലിയിലോട്ട് അങ്ങ് സമർപ്പിച്ചാൽ മതി. എന്നെയൊക്കെ പബ്ലിക്കലി ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഓരോ ലൈഫിൽ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആൾക്കാർ പൊട്ടിച്ചിരിക്കുകയും കളിയാക്കുകയും ഒക്കെ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹ്യൂമിലിയേഷൻ കർത്താവിന്റെ സഹനത്തിലേക്ക് നമ്മളങ്ങ് സമർപ്പിച്ചാൽ മതി. അപ്പം അത് കൃപയായിട്ട് മാറും, അഭിഷേകമായിട്ട് മാറും. അവിടെ നമ്മൾ പള്ളിക്കാരെയോ അച്ഛന്മാരെയോ അവരെയൊന്നും കുറ്റം പറയാൻ നമുക്കവിടെ അവരൊന്നും, അവസാനം നമ്മൾ ഈ ശരീരം വിട്ട് കർത്താവിലേക്ക് പോകുമ്പോൾ ഇവരൊന്നും അല്ലല്ലോ, കർത്താവും നമ്മളുമായിട്ടുള്ള. അപ്പൊ ഈ മൊമെന്റ്സിനെ കർത്താവിനോട് പറഞ്ഞാണ് സബ്മിറ്റ് ഇറ്റ് ടു മൈ ക്രൂസിഫിക്ഷൻ. ഈശോയുടെ കുരിശുബലിയോട് ചേർന്ന് ഏകീഭവിക്കുക. ഇന്ന് നമ്മുടെ ലൈഫിലെ എല്ലാ സഹനത്തെ സമർപ്പിക്കുമ്പോൾ അതിനകത്തേക്ക് കർത്താവിന്റെ കൃപ ഇറങ്ങുവാണ്. ഇത് എനിക്കും സഹായം വേണ്ട ഒരു മേഖലയാണ്, നിങ്ങൾക്കും സഹായം വേണ്ട മേഖലയാണ്. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണം. കാരണം ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈസി അല്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമ്മൾ ചില കാര്യത്തിനകത്ത് കൂടെ നമ്മൾ ആരും ഗോ ത്രൂ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അതിനകത്ത് ഇപ്പം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങൾ അത് ഭയങ്കര നമ്മളെ അങ്ങ് ഡീപ്ലി ഹേർട്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കും, അല്ലേ? ചില വ്യക്തികൾ നിങ്ങളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരിക്കും, എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, തിരിച്ചു വന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ തന്നെ കർത്താവിന്റെ സ്നേഹത്തിൽ കുറേ മനുഷ്യര് നമ്മളെ സമാശ്വസിപ്പിക്കുന്നവരും ശക്തിപ്പെടുത്തുന്നവരും ഒരു സൈഡിലുണ്ട് താനും. അങ്ങനെയുള്ളവരെ ദൈവം കൊണ്ടുവരും പ്രൊവിഷൻസ് ആയിട്ട് നമുക്ക് ശക്തി നൽകാൻ വേണ്ടി. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, എൻ്റെ ഫാദറിന്റെ കൂടെ ഒരു നല്ല സമയം ചെലവിടുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു സമയമായിരുന്നു. ഒരു നോർത്ത് ഇന്ത്യയിൽ ആസാമിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മിഷണറി പ്രാർത്ഥിച്ചപ്പം ആളിലൂടെ ഹോളി സ്പിരിറ്റ് അത് പലതവണ റിവീൽ ചെയ്തു. അപ്പം എനിക്കറിയാമല്ലോ, പക്ഷെ പരിശുദ്ധാത്മാവിന് വരാനിരിക്കുന്ന കാലങ്ങൾ അറിയാം. അപ്പം ആ വ്യക്തിയിലൂടെ പറഞ്ഞു ടേക്ക് കെയർ ഓഫ് യുവർ ഫാദർ. അപ്പം ഇത് പറഞ്ഞ് കുറേ വർഷം, 5-6 വർഷം ഫാദറിന്റെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ പപ്പ പെട്ടെന്ന് മരിച്ചു പോയാൽ. അപ്പം ആ സമയം ദൈവം നേരെ കാണുകയാണ്. അതുപോലെ തന്നെ ഞാൻ